ഹായ് ഫ്രണ്ട്സ്, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും G4 ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിബിസ്കസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ചെടി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് മുതൽ തന്നെയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂവാണ് ഈ ചെടിക്ക് ഭംഗി നൽകുന്നത്. പ്രത്യേകിച്ച് കൂട്ടമായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ചെമ്പരത്തിയുടെ പൂവ് പോലെ തന്നെയാണ് ഇതിൻ്റെയും പൂവുള്ളത്. ഇതിൻ്റെ പൂവിന് നല്ല ബ്രൈറ്റ് കളറാണുള്ളത്. ഹിബിസ്കസ് കാനബിനസ് എന്നും കെനാഫ് എന്നും ഡെക്കാൻ ഹെമ്പ് എന്നും ജാവ ജൂട്ട് എന്നും അറിയപ്പെടുന്ന ഈ ചെടി മാൽവേസി കുടുംബത്തിലെ ഒരു സസ്യമാണ്. ഇതിൻ്റെ ജന്മദേശം തെക്കൻ ഏഷ്യയാണ്. ഏകദേശം 13 മുതൽ 14 അടി ഉയരത്തിൽ ഈ ചെടി വളരുന്നു. ഇതൊരു ഫൈബർ ചെടിയാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഈ ചെടിക്കുണ്ട്. ആയുർവേദ വൈദ്യത്തിൽ ചികിത്സയ്ക്കായി ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ വിത്തുകൾ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഭക്ഷണ നാരുകൾ, എണ്ണ, പ്രോട്ടീൻ എന്നിവയുടെ പ്രധാന ഉറവിടമാണ് ഇതിൻ്റെ വിത്തുകൾ. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ഫൈബർ വിളയാണ് ഈ കെനാഫ് എന്ന് പറഞ്ഞ ചെടി. ഈ ചെടിയിൽ നിന്നും മൃദുവായ ഫൈബറാണ് കിട്ടുന്നത്. ചെടിയുടെ തണ്ടിൽ നിന്ന് നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഈ നാരുകൾ നീളമുള്ളതും ഇളം മഞ്ഞ മുതൽ ചാരനിറത്തിലുള്ളതും നമ്മൾ ഉപയോഗിക്കുന്ന ചണത്തേക്കാൾ കുറച്ചുകൂടി കടുപ്പമുള്ളതും നല്ല തിളക്കമുള്ളതുമൊക്കെയാണ്. ചണം പോലെ ഇത് ചരട്, ട്വിൻ, മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. കൈകൊണ്ടും മെഷീൻ കൊണ്ടും ഈ ചെടിയിൽ നിന്ന് ഇതിൻ്റെ നാരെടുക്കാൻ കഴിയും. ഇൻസുലേഷൻ, വസ്ത്രങ്ങൾ, മണ്ണ് കുറഞ്ഞ പോട്ടി മിശ്രിതങ്ങൾ, മൃഗങ്ങളുടെ കിടക്ക നിർമ്മിക്കാൻ, പാക്കിംഗ് മെറ്റീരിയലിന്, എണ്ണയും ദ്രാവകവും ആഗീകരണം ചെയ്യുന്ന വസ്തുക്കൾ എന്നിവയൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ ചെടിയുടെ ഫൈബർ ഉപയോഗിക്കുന്നത്. ഈ ചെടിയെ ഒരു ഹാർഡി പ്ലാന്റായിട്ട് കണക്കാക്കുന്നു. കാരണം ഈ ചെടിക്ക് നല്ല തണുത്ത താപനിലയെ നേരിടാനുള്ള കഴിവുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ചെടി പൂന്തോട്ടത്തിലാണ് കാണാറുള്ളത്. ഗാർഡന്റെ അതിരുകളിൽ ഈ ചെടി നിരത്തി നടുന്നത് നല്ലതാണ്. ധാരാളം ചുവന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിരിക്കും. ഈ ചെടി കമ്പ് മുറിച്ചും വിത്ത് പാകിയും വളർത്തിയെടുക്കാം. പ്രത്യേക പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണിത്. വെള്ളവും വളങ്ങളും കീടനാശിനികളും വളരെ കുറച്ച് മാത്രം മതിയാകും. ഈ ചെടിയും പൂക്കളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.